ಕನ್ನಡ ಇದೆಲ್ಲ ಕರ್ನಾಟಕ ಸ್ಟೇಟ್ ಇನ್ನು ಟೆನ್ಷನ್ ಹಾಕಲ್ಲ ನಾವು ಉಂಡು ಆಯಿತಾ ನಾವು ಕಾಸರಗೋಡು എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അന്വേഷിക്കില്ലേ ഇത് എത്ര സമയത്ത് പെട്ടെന്നാണ് പറഞ്ഞത് പോയി പറഞ്ഞ സമയത്താണ് കണ്ടത് മാമൻ്റെ വീടാ ആൻറ്റി അവർ പറഞ്ഞു അവർക്കറിയില്ല അവരുടെ സിസ്റ്റർ മോളെ കാണാതില്ല ಒಬ್ಬರ ಐಡಿಯಾ അവനുണ്ട് ജോലി കേസ് അതല്ല അവർ അവരുടെ പോലീസുകാർ പറയുന്നുണ്ട് 10 വിദ്യാനഗർ സ്റ്റേഷൻ പോലീസുകാർ എന്നോട് പറയുന്നത് 2 കല്യാണം രണ്ടാളില്ല പിന്നെ അവിടെ അവൻ ഏത് ജമാഅത്ത് നോക്കിയിട്ട് അവരെ പള്ളിയിലൊന്ന് സംസാരിച്ചിട്ട് നോക്കാൻ പറ്റുമോ ഒരു റിക്വസ്റ്റ് പള്ളിയിൽ തന്നെ പോയി ഞാൻ പോകുന്നുണ്ട് ആ കൂട്ടിയിട്ട് അവരോട് സംസാരിച്ചു ബിസ്ക്കറ്റ് കാരണം ആ ജമാഅത്തിൽ ഒരു ചെറിയ ഓൾഡ് ഉണ്ട് ഞാൻ ബാർബൻ അവിടെ കാസർഗോഡ് എത്ര മക്കൾ എനിക്ക് 3 പേര് ಇದು ಉಂಟಲ್ಲ അവരുടെ കറുന്നില്ല നാളെ പള്ളിയിൽ സംസാരിക്കുന്നല്ലേ അപ്പോൾ ശരിയാവും അവർ പള്ളിയിൽ പ്രസിഡന്റ് പരിചയം ഉണ്ടായിരുന്നു ശരിയാവും അവരൊക്കെ ഓൾറെഡി കല്യാണം കഴിഞ്ഞതല്ല അപ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല അല്ലാതെ അവന്ന് സംസാരിച്ചു നിങ്ങൾ അവർക്ക് ഇത് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കി അതെല്ലാം നാളെ ശരിയാവുന്ന തന്നെ എത്ര കേസുണ്ട് എങ്ങനെ അവന് ആർക്കൊന്നെങ്കിലും അവർ എങ്ങനെ ജീവിക്കും അത് അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകണ്ട് ഭാവി എങ്ങനെ ಎದುರು ಬಲ್ಲ 12-13 ಗಂಟೆ ಇಪ್ಪ ಇದು ಪೊಲೀಸು ಇನ್ನೂ ಬರಲಿಕ್ಕೆ ಹೇಳಿಲ್ಲ ಸ್ಟೇಷನ್ಗೆ ಬರಲಿಕ್ಕೆ ಹೇಳಿಲ್ಲಲ್ಲ ಇವತ್ತು ಮನೆಗೆ ಬಂದು ಮಾಜಾರೆಲ್ಲ ತಗೊಂಡು ಅಟ್ಲೇ ಹ್ಯಾಂಡ್ ಓವರ್ ಮಾಡ್ಕೊಳ್ಳ ಅಟ್ಲೀಡ್ ಮಕ್ಕಳು ಕೌನ್ಸಿಲಿಂಗ್ ಕೊಡ್ದು ಒಂದೇರು ಪಾತ್ರ ಅವನು ಹೋದು ನಿನ್ನೆ ನೀವು ಹೋಗಿದ್ರಾ ಅಲ್ಲಿ ಮಾತಾಡಲಿಕ್ಕೆ ಬಂದಿಲ್ಲ ಇಲ್ಲ പ്രജ്ഞത എന്ത് പറയുന്നു എന്നൊക്കെ എന്ത് പറയും നിങ്ങൾ പോയ സമയത്ത് ನೀವು ಏನು ಇದು ಮಾಡಬೇಡಿ ಆಯಿತಾ ಟೆನ್ಷನ್ ಇದು ಮಾಡಬೇಡಿ ಹೋಗಬೇಡಿ ಆಯಿತಾ ಹಾಂ ಕರ್ಕೊಂಡು ಹೋಗಿ ಹಾಂ 32212 Hello.
ಪ್ರೊಟೆಸ್ಟ್ ಇದೆ. എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. അസ്പാക്കാരുന്ന ഒരു ക്രിമിനലാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ജൂൺ 4 ഞാൻ തട്ടിക്കൊണ്ടുപോയി. എൻ്റെ ആടുന്ന് എൻ്റെ മോളെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ നമുക്ക് ആടുന്ന് നമുക്ക് മടക്കി തന്നു. എൻ്റെ മോളെ വാകയിലൊരു മോളാണ്, അവളെയൊക്കെ തിരിച്ചു കിട്ടണം. ഉള്ളാളം ഉള്ളാളം പോലീസ് സ്റ്റേഷൻ, അതെ ഇപ്പോൾ പാണ്ഡ്യേശ്വരം പോലീസ് സ്റ്റേഷൻ ആടുന്ന്. മകള് എനിക്കറിയില്ല ആ സ്ഥലത്തിൻ്റെ മുടിപ്പാനത്തിൽ അവിടെ കണ്ടത് അറിയില്ല, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് എല്ലാ ഈ എവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്? ഉള്ളാളം നമ്മളെ വീട്ടിൽ നിന്ന് കാണുന്നതായിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. പഠിച്ചുകൊണ്ടായിരുന്നു BCA ശ്രീനിവാസ കോളേജ് പഠിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് 4 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 4 ലക്ഷം റുപ്യ 4/30 ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഫീസ് ഞങ്ങൾ അടച്ചു, 160 അടച്ചു. പിന്നെ നമുക്ക് അടക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് കോളേജിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് കട്ടായി. അങ്ങനെ ആടെ ഷോപ്പിലേക്കാണ് പണിക്കുക. നമ്മുടെ വീട്ടിൽ എൻ്റെ നാട് കീഴൂരാണ്, പക്ഷേ ഞാൻ താമസിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവൻ്റെ ഈ അസ്പാക്കാരൻ്റെ വീട്ടിനടുത്താണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ മോഡൽ ഷോപ്പിലേക്ക് ക്യാഷ് ബില്ല് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സംഭവിച്ചത്. അത് 2 മാസമേ ആയുള്ളൂ അവരായിട്ട്. കോളേജിൽ അത് കൊല്ലം തോറും അടക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സിസ്റ്റർ വീട് അവിടെ, എൻ്റെ അനിയത്തിൻ്റെ വീട് അവിടെ ഒരാഴ്ച സംസാരിക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇല്ല, നമ്മളടുത്ത് സംസാരിക്കാൻ അവൾ 20 കഴിഞ്ഞു. 6 മാസമായി. ഈ ഒക്ടോബർ ഉണ്ട്. ഒരു അവിടെ 18 കേസുണ്ട് അവിടെ വിദ്യാനഗർ സ്റ്റേഷനിൽ അസ്പാക്ക്. ഇനി ഒരു കേസ് കൂടി വന്നെങ്കിൽ അവൻ 14 വർഷം ഉള്ളിലാണ്. കാപ്പ കേസായിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ മോളെ എങ്ങനെയാണ് ജീവിക്കും? ഒരു കേസും കൂടി ആയെങ്കിലും ഒന്നും അവർക്ക് പറ്റില്ല. മുമ്പ് കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചു. ഇന്ന് അടുത്ത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് കല്യാണം പറഞ്ഞു. എനിക്കറിയില്ല, അവർ പറയുന്നില്ല. ഒന്നും നമുക്കറിയില്ല, അങ്ങനെ കഴിച്ചൊന്നും നമുക്കറിയില്ല. 1 കിലോമീറ്ററിൻ്റെ എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. കാരണം വെച്ചെങ്കിൽ അവൾ വർക്ക് ചെയ്ത് മുസ്ലിംസിൻ്റെ ഷോപ്പിലാണ്. അപ്പോൾ അടുത്ത സ്റ്റാഫുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. അതായത് എൻ്റെ മകൾ വെച്ചെങ്കിൽ ഇപ്പോൾ രാവിലെ ദൈവവിശ്വാസിയാണ്. അപ്പോൾ അവിടെ ഫുള്ളുള്ളത് മുസ്ലിം ഇതാണ്. അതിപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ കാണാതെ ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെയാണ്. നമുക്കുണ്ട്, എനിക്ക് അവരെ സപ്പോർട്ട് അതിന് വേണ്ടത്. പിന്നെ ഞാനൊരു സപ്പോർട്ട് എനിക്കില്ല. ഹിന്ദു മഹാസംഘത്തിൻ്റെയും അതുപോലെ കർണാടക സർക്കാരും കർണാടക പോലീസുകാരും എല്ലാവരും കൂടി എൻ്റെ മോളെ, അതുപോലെ മുസ്ലിം സമുദായം അവരെ സപ്പോർട്ട് നമുക്ക് വേണം. എല്ലാവരും കൂടി എൻ്റെ മോളെ തിരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സർക്കാരോട് പോലീസുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ವಿನೋದ್ ಭಾಳಷ್ಟು ವರ್ಷಗಳಿಂದ ನಾವು ಕರಾವಳಿ ಭಾಗದಲ್ಲಿ ಪ್ರೀತಿ ಪ್ರೇಮದ ಹೆಸರಿನಲ್ಲಿ
ಹಿಂದೂ ಯುವತಿಯರನ್ನು ಇಸ್ಲಾಮಿಗೆ ಮತಾಂತರ ಮಾಡುವಂತಹ ಒಂದು ವ್ಯವಸ್ಥಿತವಾದಂಥ ಷಡ್ಯಂತ್ರವಾದ ಲವ್ ಜಿಹಾದಿನ ವಿರುದ್ಧ ನಾವು ಹೋರಾಟವನ್ನು ಮಾಡಿಕೊಂಡು ಬಂದಿರ್ತೀವಿ. ಅದೆಷ್ಟು ಸಲ ನಾವು ಇದರ ವಿರುದ್ಧ ಪ್ರತಿಭಟನೆ ಮಾಡಿದ್ದೇವೆ. ಸಾಕಷ್ಟು ಸಲ ಸರಕಾರದ ಗಮನಕ್ಕೂ ತಂದಿದ್ವಿ. ಸಣ್ಣ ಸಣ್ಣ ಹೆಣ್ಮಕ್ಕಳನ್ನು ಪ್ರೀತಿಯ ಹೆಸರಿನಲ್ಲಿ ಲವ್ ಜಿಹಾದಿನ ಮುಖಾಂತರ ಮತಾಂತರ ಮಾಡ್ತಾರೆ. ಅಷ್ಟು ಮಾತ್ರ ಅಲ್ಲ, ಅವರನ್ನು ಅಪಹರಣ ಮಾಡುವುದು, ಇಸ್ಲಾಮಿಗೆ ಮತಾಂತರ ಮಾಡುವುದು, ಮದುವೆಯಾಗುವುದು, ಈ ರೀತಿಯ ಚಟುವಟಿಕೆಗಳು ಕಾಸರಗೋಡು, ಮಂಗಳೂರು, ಉಡುಪಿ ಸೇರಿದಂತೆ ಕರಾವಳಿ ಭಾಗದಲ್ಲಿ ನಿರಂತರವಾಗಿ ಆಗ್ತಾ ಇದೆ. ಅಷ್ಟು ಮಾತ್ರ ಅಲ್ಲ, ನಾವು ಸಾಕಷ್ಟು ಸಲ ಮುಸಲ್ಮಾನರ ಧಾರ್ಮಿಕ ಮುಖಂಡರ ಹತ್ರ ನಾವು ಮಾತಾಡಿದ್ವಿ. ನಿಮ್ಮ ಹುಡುಗರಿಗೆ ಹೇಳಿ, ನಮ್ಮ ಹೆಣ್ಮಕ್ಕಳನ್ನು ಈ ರೀತಿಯಾಗಿ ನೀವು ಬಳಸಿಕೊಂಡು ಮತಾಂತರ ಮಾಡುವುದನ್ನು ನಿಲ್ಲಿಸಿ ಎಂಬುದನ್ನು ಸ್ಪಷ್ಟವಾಗಿ ಸಾಕಷ್ಟು ಸಲ ಹೇಳಿದ್ವಿ. ಆದರೂ ಇವತ್ತು ನಿಂತಿಲ್ಲ, ಇವತ್ತು ನಿರಂತರವಾಗಿ ಆಗ್ತಾ ಇದೆ. ಇವತ್ತೊಬ್ಬರು ವಿನೋದ್ ಎಂಬಂಥವರು ಇವತ್ತು ನಮ್ಮಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ನನ್ನ ಮಗಳನ್ನು ಮೊಹಮ್ಮದ್ ಅಶ್ಫಕ್ ಎಂಬಾತವ ಪ್ರೀತಿ ಎಂಬ ನಾಟಕ ಮಾಡಿ ಅವಳನ್ನು ಅಪಹರಣ ಮಾಡಿ ಇವತ್ತು ಕರ್ಕೊಂಡೋಗಿದ್ದಾನೆ ಎಂಬುದನ್ನು ನಮಗೆ ಇವತ್ತು ಗಮನಕ್ಕೆ ತಂದಿದ್ದಾರೆ. ಈಗಾಗಲೇ ಅವರು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ದೂರನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ನಾವು ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳ ಹತ್ರ ಮಾತಾಡಿದ್ದೀವಿ. ಹಾಗಾಗಿ ನಾನು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಮಂಗಳೂರಿನ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳ ಹತ್ರ ನಾನು ಆಗ್ರಹ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಇವತ್ತು ಯಾವ ಆ ಹಿಂದೂ ಹೆಣ್ಮಗಳನ್ನು ಮೊಹಮ್ಮದ್ ಅಶ್ಫಕ್ ಎಂಬಾತವ ಕಿಡ್ನಾಪ್ ಮಾಡಿಕೊಂಡು 4 ದಿವಸ ಅವನ ಜೊತೆ ಇಟ್ಟಿದ್ದಾನೆ, ಅವನ ಮೇಲೆ ಅಪಹರಣದ ಕೇಸನ್ನು ದಾಖಲು ಮಾಡಿ ಆ ಹುಡುಗಿಯನ್ನು ಇಸ್ಲಾಮಿಗೆ ಮತಾಂತರ ಮಾಡುವಂಥ ಸಂಚನ್ನು ರೂಪಿಸಿದ್ದಾನೆ ಎಂಬಂಥ ಕೇಸನ್ನು ಅವನ ಮೇಲೆ ಹಾಕಿ ಅವನನ್ನು ಜೈಲಿಗೆ ಹಾಕಬೇಕೆಂಬುದು ನಾನು ಬಲವಾಗಿ ಇವತ್ತು ಪೊಲೀಸ್ ಇಲಾಖೆಗೂ ಕರ್ನಾಟಕ ಸರ್ಕಾರಕ್ಕೂ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಆಗ್ರಹ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಅದೇ ರೀತಿ ತಮ್ಮ ಗಮನಕ್ಕೆ ತರ್ತಾ ಇದ್ದೀನಿ, ಆ ಹೆಣ್ಮಗಳು ಯಾರ ಪ್ರೇಮಕ್ಕೆ ಬಲಿಯಾಗಿದ್ದಾನೆ ಮೊಹಮ್ಮದ್ ಅಶ್ಫಕ್ ಎಂಬಾತ, ಇವನೊಬ್ಬ ದೊಡ್ಡ ಕ್ರಿಮಿನಲ್, ನಟೋರಿಯಸ್. ಇವನ ಮೇಲೆ 10 ರಿಂದ 12 ಕೇಸು ಕಾಸರಗೋಡಿನ ವಿದ್ಯಾನಗರದಲ್ಲಿದೆ. ಇವನಿಗೆ ಕೆಲಸ ಇಲ್ಲ. ಕೇವಲ 2 ತಿಂಗಳ ಒಂದು ಪರಿಚಯದಲ್ಲಿ ಇವತ್ತು ಆ ಹುಡುಗಿಯ ಮನಸ್ಸನ್ನು ಕೆಡವಿ ಇವತ್ತು ಅವಳನ್ನು ಇಸ್ಲಾಮಿಗೆ ಮತಾಂತರ ಮಾಡುವಂಥ ಒಂದು ಕೆಲಸವನ್ನು ಇವತ್ತು ಅವನು ಮಾಡ್ತಾ ಇದ್ದಾನೆ. ಅದಕ್ಕೋಸ್ಕರ ನಾನು ಅವನ ಹೆತ್ತವರ ಹತ್ರ ಮತ್ತು ಕಾಸರಗೋಡಿನ ಯಾರು ಅಲ್ಲಿದ್ದಂಥ ಮುಸಲ್ಮಾನರು ಮುಖಂಡರಿದ್ದಾರೆ, ಅವನ ಸುತ್ತಮುತ್ತ ಇರುವಂಥ ಜಮಾತಿನ ಯಾರು ಆಡಳಿತ ಮಂಡಳಿದ್ದಾರೆ, ನಾನು ಅವರಿಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ದಯವಿಟ್ಟು ನಿಮ್ಮ ಯಾರು ಮೊಹಮ್ಮದ್ ಅಶ್ಫಕನಿಗೆ ಬುದ್ಧಿ ಹೇಳಿ. ಈ ಹುಡುಗಿಯ ತಂಟೆಗೆ ಬರುವುದಾಗಲಿ ಅಥವಾ ಇನ್ನು ಮುಂದೆ ಅವಳಿಗೆ ತೊಂದರೆ ಕೊಡುವುದಾಗಲಿ ಮಾಡುವುದನ್ನು ಅವನು ಬಿಟ್ಟು ಬಿಡಲಿ. ಇಲ್ಲದಿದ್ದರೆ ಮುಂದೆ ಆಗುತ್ತಿರುವಂತಹ ಅನಾಹುತಗಳಿಗೆ ನೀವೇ ಜವಾಬ್ದಾರರು ಎಂಬುದನ್ನು ನಾನು ಇವತ್ತು ಸ್ಪಷ್ಟವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಅದಕ್ಕೋಸ್ಕರ ನಾನು ಇನ್ನೊಂದು ಸಲ ಇವತ್ತು ತಂದೆ ನಮ್ಮಲ್ಲಿ ಮನವಿ ಮಾಡಿದ್ದಾರೆ, ತಂದೆ ನಮ್ಮ ಸಹಕಾರವನ್ನು ಕೇಳಲಿಕ್ಕೆ ಇವತ್ತು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ಹಾಗಾಗಿ ನಾನು ರಾಜ್ಯ ಸರ್ಕಾರ ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಇನ್ನೊಂದು ಸಲ ಮನವಿ ಮಾಡ್ತಾ ಇದ್ದೀನಿ, ಅವನ ಮೇಲೆ ನೀವು ಕೇವಲ ನಾಪತ್ತೆಯಾದಂಥ ಮಿಸ್ಸಿಂಗ್ ಕಂಪ್ಲೇಂಟನ್ನು ಮಾತ್ರ ತೆಗೆದು ನೀವು ಕೇಸ್ ದಾಖಲಿಸಿದ್ದೀರಿ. ಅದರ ಬದಲು ಅವನ ಮೇಲೆ ಅಪಹರಣದ ಮತ್ತು ಅವನನ್ನು ಕರ್ಕೊಂಡೋಗಿ ಇಸ್ಲಾಮಿಗೆ ಮತಾಂತರ ಮಾಡುವಂಥ ಒಂದು ಯೋಜನೆಯನ್ನು ಮಾಡಿದ್ದಾನೆ. ಆ ಕೇಸನ್ನು ದಾಖಲಿಸಿ ಅವನ ಮೇಲೆ ಕ್ರಮ ತೆಗೆದುಕೊಳ್ಬೇಕು ಅಂತೇಳಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಆಗ್ರಹವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇನೆ.